സൈക്ലോൺ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആന്ധ്രയിൽ ഇന്ന് രാവിലെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇത്തരം ചുഴലിക്കാറ്റുകൾ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ഒഡീഷ. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരം ചുഴലിക്കാറ്റുകളെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ ഒഡീഷയ്ക്ക് സാധിക്കാറുണ്ട്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയിലൂടെയാണ് ഒഡീഷ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 100 വർഷത്തിനിടയിൽ അതിഭീകരമായ 260 ചുഴലിക്കാറ്റുകളെ അതിജീവിച്ച തീരമാണ് ഒഡീഷയുടേത്. ഭൂമിശാസ്ത്രപരമായുള്ള പ്രത്യേകതകൾ തന്നെയാണ് ഇത്രയധികം ചുഴലിക്കാറ്റുകൾ ആ സംസ്ഥാനത്തെ പിടികൂടാൻ കാരണം. മഹാഭൂരിഭാഗവും ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന തീരപ്രദേശമുള്ള സംസ്ഥാനത്തിൽ ഇത്തരം ചുഴലിക്കാറ്റുകൾ വലിയ ആൾനാശവും മറ്റ് നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി ഒഡീഷയിൽ എത്ര വലിയ ചുഴലിക്കാറ്റുണ്ടായാലും അതിന്റെ ഭീകരതയ്ക്കനുസരിച്ചുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാറില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ഉണ്ടാകുമ്പോഴും മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒഡീഷയ്ക്ക് സാധിക്കാറുണ്ട്. ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒഡീഷ നടത്തിയിട്ടുള്ള ചില പ്രതിരോധ മാർഗങ്ങളാണ് നഷ്ടങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നത്. ഇന്ന് ചുഴലിക്കാറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃക കൂടിയാണ് ഒഡീഷ. 2013 ഫൈലൻ ചുഴലിക്കാറ്റിനെ ഫലപ്രദമായി നേരിട്ടതിന് അന്നത്തെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് ഐക്യരാഷ്ട്രസഭയുടെ അഭിനന്ദനവും ലഭിച്ചു. 1999 സൂപ്പർ സൈക്ലോണിന് ശേഷമാണ് ഒഡീഷ ചുഴലിക്കാറ്റുകളെ പ്രതിരോധിക്കുന്നതിനായി ഒരു പ്രധാനപ്പെട്ട പദ്ധതി ആരംഭിക്കുന്നത്. അന്നത്തെ സൈക്ലോണിൽ 10,000-ലധികം പേരാണ് ഒഡീഷയിൽ മരണപ്പെട്ടത്. അതിനുശേഷം പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനൊപ്പം ഒഡീഷ ഒരു വിപുലമായ പ്രതിരോധ പദ്ധതിക്കും തുടക്കമിട്ടിരുന്നു. സീറോ കാഷ്വാലിറ്റി എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൃത്യമായ ഓർഡറിലാണ് ഒഡീഷ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിലാണ് അവർ വിപുലമായ ഈ പദ്ധതി നടപ്പിലാക്കിയത്. മുന്നറിയിപ്പ് മുതൽ പുനരധിവാസം വരെയുള്ളതാണ് ഈ പദ്ധതി. ദുരന്തങ്ങൾ സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുന്ന സംവിധാനം സംസ്ഥാന തലത്തിൽ തന്നെ അവർ സജ്ജമാക്കി. ഇതോടൊപ്പം കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകളെയും കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചു തുടങ്ങിയാൽ സംസ്ഥാനത്തിന്റെ ആദ്യ പരിഗണന അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനായിരിക്കും. ഇതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സുരക്ഷിതമായ 1000-ലധികം മൾട്ടി പർപ്പസ് പുനരധിവാസ ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഷെൽട്ടറുകൾ മതിയാകാതെ വന്നാൽ സുരക്ഷിത മേഖലകളിലെ സ്കൂളുകൾ, മറ്റ് പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയവ എത്രയും പെട്ടെന്ന് പുനരധിവാസ കേന്ദ്രങ്ങളാക്കുകയും ചെയ്യുന്നു. ഇതിനായി മുന്നറിയിപ്പ് വരുന്ന ഘട്ടം മുതൽ ഇത്തരം സ്കൂളുകളിൽ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യും. പരമാവധി മരണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഒഡീഷയുടെ ഈ പദ്ധതിയുടെ കാതൽ. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പണം കൊണ്ട് നികത്താമെന്നും എന്നാൽ ജനങ്ങളുടെ ജീവൻ നഷ്ടമായാൽ അത് പരിഹരിക്കാനാകാത്ത നഷ്ടമാകുമെന്ന കാഴ്ചപ്പാടായിരുന്നു ഈ പദ്ധതിയുടെ രൂപീകരണത്തിന് പിന്നിൽ. അതിന്റെ അടിസ്ഥാനത്തിനുള്ള ഫലപ്രദമായ ഇടപെടലായിരുന്നു 2013 ഫൈലൻ ചുഴലിക്കാറ്റിന്റെ സമയത്ത് ഒഡീഷ നടത്തിയത്. 99 സൂപ്പർ സൈക്ലോണിനേക്കാൾ അപകടകാരിയായ ഫൈലൻ ചുഴലിക്കാറ്റിനെ വളരെ ഫലപ്രദമായി ഒഡീഷ അന്ന് നേരിട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ 1 ദശലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അന്ന് ഈ പദ്ധതിയിലൂടെ ഒഡീഷയ്ക്കായി. ജനങ്ങളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനായി ഒഡീഷ ഡിസാസ്റ്റർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന പ്രത്യേക ഫോഴ്സിനും രൂപം നൽകിയിട്ടുണ്ട്. തദ്ദേശീയവും വികേന്ദ്രീകൃതവുമായ ഒരു സേനയാണിത്. തദ്ദേശീയരായ യുവാക്കൾ, സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഈ സേനയ്ക്ക് എല്ലാ വർഷവും പരിശീലനവും നൽകി വരുന്നുണ്ട്. ജനങ്ങളെ ഒഴിപ്പിച്ചാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി റോഡ്, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കലാണ്. ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും ജാഗ്രതയും പുലർത്തും. കൂടാതെ ജലം, വൈദ്യുതി എന്നിവയുടെ വിതരണവും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു. പ്രധാനപ്പെട്ട ഓഫീസുകളിലും ആശുപത്രികളിലും വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ ഒട്ടും വൈകാതെ ബദൽ മാർഗങ്ങളും ഏർപ്പെടുത്തും. മുഴുവൻ ജീവനക്കാരുടെയും അവധി റദ്ദാക്കി പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി തിരികെ വിളിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വിപുലമായ ഒരു പദ്ധതിയാണ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ഒഡീഷ തയ്യാറാക്കിയത്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി അവരത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാലും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഏതൊരു ഭരണകൂടത്തിന്റെയും പ്രാഥമികമായ കടമ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒഡീഷ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. ഈ പദ്ധതി ആരംഭിച്ചതിനു ശേഷം അതിതീവ്രമായ നിരവധി ചുഴലിക്കാറ്റുകളെ ഒഡീഷ നേരിട്ടു. റോഡുകളും കെട്ടിടങ്ങളും നശിച്ചു എന്നതൊഴിച്ചാൽ മനുഷ്യജീവനുകൾ സംരക്ഷിക്കാൻ ആ സംസ്ഥാനത്തിന് സാധിച്ചു. ഏറ്റവും ഒടുവിൽ 2019 ഫൈനി ചുഴലിക്കാറ്റിനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോന്ത ചുഴലിക്കാറ്റിനെയും ഒഡീഷ നേരിട്ടത് സീറോ കാഷ്വാലിറ്റി എന്ന ഈ പദ്ധതി മാതൃകയിലൂടെ തന്നെയാണ്.